എൻ്റെ പേര് ദീപ. ഞാനൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ HDC കോഴ്സാണ് പാസ്സായത്. അതിനുശേഷം ഞാൻ കുറച്ച് സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്ത് നോക്കി കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ് ആലോചിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ബൂസ്റ്റ് അക്കാഡമിയെ പറ്റി സജസ്റ്റ് ചെയ്തത്. എൻ്റെ വീട് ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ ബൂസ്റ്റ് അക്കാഡമി ജോയിൻ ചെയ്തു. വളരെ നല്ല ക്ലാസ്സുകളാണ് എനിക്ക് ഇവിടുന്ന് ലഭിച്ചത്. നല്ല അധ്യാപകരായിരുന്നു. ഞങ്ങൾ ഈ കോപ്പറേറ്റീവ് ബാങ്ക് ഫീൽഡിലുള്ളവർക്ക് മെയിൻ തന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോർ സബ്ജക്റ്റ് കോർപ്പറേഷൻ അക്കൗണ്ടൻസി അതൊക്കെ ഏകദേശം ഒരുവിധം മാർക്ക് കിട്ടും. പക്ഷേ ഇംഗ്ലീഷ്, മാത്സ്, GK PSC പഠിച്ചു വന്നവർക്ക് കുറച്ചുകൂടി ഈസിയാണത്. പക്ഷേ ഞങ്ങൾ ഇത് കോപ്പറേറ്റീവ് മേഖലയെ മാത്രം പഠിച്ചവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം അതെല്ലാം എനിക്ക് റെഡിയായി. ഇംഗ്ലീഷ്, മാത്സ്, GK ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് നമ്മുടെ സബ്ജക്റ്റിന് മാർക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, GKക്കും മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ല റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉയർന്ന റാങ്കിൽ എത്തണമെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ്, മാത്സ്, GKക്കും കൂടെ നല്ല മാർക്ക് വേണം. അതെനിക്ക് ഇവിടുന്ന് കിട്ടിയത് ബൂസ്റ്റ് അക്കാഡമിയിലൂടെയാണ്. ബൂസ്റ്റ് അക്കാഡമി നല്ല ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തത്. നല്ല മാഷുമാരായിരുന്നു. അതുപോലെ തന്നെ എക്സാമുകൾ കൃത്യമായി കണ്ടക്ട് ചെയ്തു. മോഡൽ എക്സാംസ് ആണെങ്കിലും കൃത്യമായ ഇടവേളകൾ അതൊക്കെ ചെയ്ത് നോക്കിയത് ഈ എക്സാം എഴുതുമ്പോൾ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ എല്ലാ അധ്യാപകരോടും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനൊരു ഉയർന്ന റാങ്കിൽ എനിക്ക് എത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്. അത് എന്നും എനിക്ക് ആ കടപ്പാടും നന്ദി എനിക്കുണ്ടാവും. ഞാൻ ഇവിടെ കാരിയാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പോൾ ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യാണ്. അതിന് എനിക്ക് ഈ ഒരു വിജയം എനിക്ക് നേടിത്തന്നത് ബൂസ്റ്റ് അക്കാഡമിയാണ്. അതെനിക്ക് ദൈവത്തിനോടും ബൂസ്റ്റ് അക്കാഡമിയിലെ എല്ലാ അധ്യാപകരോടും ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല കോപ്പറേഷനാണ് അവരോടും എല്ലാം നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.